Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic Aggregate Planning. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചായിരുന്നു. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്രിഗേറ്റ് പ്ലാനിങ് മോഡൽസ് എന്നുള്ളതാണ്. ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ പ്ലാനിങ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ് പ്രോസസ്സ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അതിലെ 3 to 18 months ആണ് വരുന്നത്. സോ ബാക്കിയുള്ള പ്ലാനിങ്സ് എന്തൊക്കെയാണ്? ലോങ് റേഞ്ച് പ്ലാൻസ് ഉണ്ടാവാറുണ്ട്. ലോങ് റേഞ്ച് പ്ലാൻസ് വരുന്നത് ടോപ്പ് എക്സിക്യൂട്ടീവ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ അവിടെ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ പ്രോഡക്റ്റ് പ്ലാന്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്ലാൻ ലേഔട്ട്, ഫെസിലിറ്റി ലൊക്കേഷൻ, എക്സ്പാൻഷൻ, ഇങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ഈ പറഞ്ഞ ലോങ് റേഞ്ച് പ്ലാൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഇൻ്റർമീഡിയറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അഗ്രിഗേറ്റ് പ്ലാനിങ് സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് പ്ലാനിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. പ്രൊഡക്ഷൻ പ്ലാനിങ്, ബഡ്ജറ്റിങ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് പ്ലാൻസ് നമ്മൾ അവൈൽ ചെയ്യുന്നത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജർ ആയിരിക്കും. ഇനി ഷോർട്ട് റേഞ്ച് പ്ലാൻസ് അപ് ടു 3 months സ്റ്റേജിൽ വരുന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷണൽ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഫോർമെന്, അവർ ജോബ് അസൈൻമെൻറ്റ്സ്, ഓർഡറിങ്, ഡിസ്പാച്ചിങ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ ഷോർട്ട് റേഞ്ച് പ്ലാൻസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ ഒരു പ്ലാനിങ് പ്രോസസ്സ്, ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാനിങ് പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് ചെല്ലുകയാണ്. അഗ്രിഗേറ്റ് പ്ലാനിങ് മോഡൽ. ഓക്കെ, നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്താണെന്നുള്ളത് പഠിച്ചായിരുന്നു. നമുക്ക് അഗ്രിഗേറ്റ് പ്ലാനിങ് മോഡൽസിനെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അഗ്രിഗേറ്റ് പ്ലാനിങ് മോഡൽ, ഒരു അഗ്രിഗേറ്റ് പ്ലാനിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് എയിം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ബേസിക് എയിം വരുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്? അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്, വർക്കേഴ്സ് കോസ്റ്റ് വരുന്നുണ്ട്, ഓവർ ടൈമിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെയുള്ള പല പല കോസ്റ്റ് വരുന്നുണ്ട്, ബാക്ക്ലോഗ് കോസ്റ്റ് വരുന്നുണ്ട്. സോ ഇതിനെ എല്ലാത്തിനെയും മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ ടോട്ടൽ എയിം. സോ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഡൽസ് വരുന്നുണ്ട്? 2 ടൈപ്പായിട്ടാണ് ബേസിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് മാത്തമാറ്റിക്കൽ മോഡൽ, രണ്ടാമത്തത് ട്രയൽ ആൻഡ് എറർ മോഡൽ എന്നുള്ളത്. ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ മോഡൽ ആണെങ്കിൽ യൂസിങ് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മാത്തമാറ്റിക്കൽ മോഡൽസ് വരുന്നത്. ട്രയൽ ആൻഡ് എറർ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് സോൾവ് ചെയ്യുന്നത്. സോ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അഗ്രിഗേറ്റ് പ്ലാനിങ് മോഡലിനെ മാത്തമാറ്റിക്കൽ മോഡലും ട്രയൽ ആൻഡ് എറർ മോഡലുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ മാത്തമാറ്റിക്കൽ മോഡൽസിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ്. ടാബുലാർ മോഡലുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് മോഡലുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇത് ഇത്രയും യൂസ് ചെയ്തിട്ടാണ് ഇത് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ പറയുന്നതാണ്. ഏതൊക്കെ രീതിയിൽ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ടാബുലാർ മോഡൽ, ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ, ട്രാൻസ്പോർട്ടേഷൻ മോഡൽ. ഈ ട്രയൽ ആൻഡ് എറർ മോഡലിൻ്റെ അകത്താണ് ഈ പറഞ്ഞ ഗ്രാഫിക്കൽ മോഡൽ എന്നുള്ളത് വരുന്നത്. സോ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ഓൾറെഡി ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ, നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് ലിമിറ്റേഷൻസ് മിനിമൈസ് ചെയ്യാനായിട്ട്, ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ അത് മിനിമൈസ് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫോർമുലേഷൻസ് ചെയ്യുകയാണ്. സോ അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സർട്ടൺ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഏതൊക്കെയായിരിക്കും ആ പാരാമീറ്റേഴ്സ് വരുന്നത്? ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യണം. അതിന് ആ ഒരു മിനിമൈസ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ കോസ്റ്റ് ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓവർ ടൈം കോസ്റ്റ്, ബാക്ക്ലോഗ് കോസ്റ്റ്, അങ്ങനെയുള്ള കോസ്റ്റസിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന വേരിയബിൾസ് ഉണ്ട്, പാരാമീറ്റേഴ്സും ഉണ്ട്. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ നേരത്തെ നമുക്ക് ബേസിക്കായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന വേരിയബിൾസും പാരാമീറ്റേഴ്സും ഉണ്ട്. വേരിയബിൾസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് RT, റെഗുലർ ടൈം പ്രൊഡക്ഷൻ ഇൻ പീരീഡ് സ്മോൾ t, അത് ഒരു വേരിയബിളാണ്.
overtime, inventory, overtime production in period T, inventory at the end of period T, shortage at the end of period T, workforce hours in the period T, HT, man hours hired in the period T, LT, man hours laid off in the period T, out T, man hours outsourced in the period T, and man hours underutilized in period T. സോ ഇത് ഇത്രയുമാണ് ഒരു നമ്മുടെ ഈ പറഞ്ഞ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ ലീനിയർ പ്രോഗ്രാമിംഗ് മോഡലിലുള്ള വേരിയബിൾസ് വരുന്നത്. സോ ഈ വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ കോസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ടൈം ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് സ്മോൾ ആർ കൊണ്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ഒ എന്ന് പറയുന്നത് ഓവർ ടൈം പ്രൊഡക്ഷൻ കോസ്റ്റ്, ഐ എന്ന് പറയുന്നത് ഇൻവെൻട്രി പ്രൊഡക്ഷൻ കോസ്റ്റ്, എസ് ഷോർട്ടേജ് കോസ്റ്റ്, എച്ച് ഹയറിംഗ് കോസ്റ്റ്, എൽ ലേ ഓഫ് കോസ്റ്റ്, ആൻഡ് ഔട്ട് എന്ന് പറയുന്നത് ഔട്ട്സോഴ്സിങ് കോസ്റ്റ്, ആൻഡ് അണ്ടർ യൂട്ടിലൈസേഷൻ കോസ്റ്റ്. ഇതൊക്കെയാണ് കോസ്റ്റ് പാരാമീറ്റേഴ്സ് എന്നുള്ളത് വരുന്നത്. ഇതെല്ലാം നമ്മൾ പെർ മാൻ അവർ എന്നുള്ളതിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. സോ ഇതിൻ്റെ ഫോർമുലേഷൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു മിനിമം കോസ്റ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡലായിട്ട് ഡിറ്റർമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ മോഡലായിട്ട് ചെയ്യും. ഈ മാത്തമാറ്റിക്കൽ മോഡൽ ആക്കുന്നതിന് 3 ബേസിക് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ വേരിയബിൾസ് ദാറ്റ് വി സീക്ക് ടു ഡിറ്റർമിൻ. സോ ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ദാറ്റ് വി എയിം ടു ഒപ്റ്റിമൈസ്. അതായത് നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് എന്നുള്ളതാണ്. സോ അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ഈ കൺസ്ട്രെയിൻസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ നമ്മുടെ ഒബ്ജക്റ്റീവ് ആകുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്, മാത്തമാറ്റിക്കൽ മോഡൽ ഫോം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഏതൊക്കെ വേരിയബിൾസ് ആണ് നമ്മുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് വരുന്നത്. മിനിമം ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മുടെ എപ്പോഴും ഒബ്ജക്റ്റീവ് വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ. സോ അതിന് വരുന്ന ഡിസിഷൻ വേരിയബിൾസ് എന്തൊക്കെയാണ്? അതിന് വരുന്ന ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓവർ ടൈം വരാറുണ്ട്, രണ്ടാമത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരാറുണ്ട്, ഈ ബാക്ക്ലോഗ് കോസ്റ്റ് വരാറുണ്ട്, ഹയേർഡ് കോസ്റ്റ് വരാറുണ്ട്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് അവിടെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് വരുന്നത്. ഇനി കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങൾ എന്നുള്ളതാണ്. അതായത് certain ലിമിറ്റേഷൻസ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഓവർ ടൈം സപ്പോസ് 2 hours വെക്കാൻ പറ്റുള്ളൂ. സോ അവിടുത്തെ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺസ്ട്രെയിൻ ആണ്. ഈ ഓവർ ടൈം 2 hours കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അവിടെ ഒരു കൺസ്ട്രെയിൻസ് ആയിട്ട് വരികയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഓവർ ടൈമിൻ്റെ കോസ്റ്റ് 100ൽ കൂടാൻ പാടില്ല. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. 5 സ്റ്റെപ്പാണ് ഈ LPP ഫോർമുലേഷന് വേണ്ടിയിട്ട് ഉള്ളത്. 5 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ് അണ്ടർലൈയിങ് ദ പ്രോബ്ലം. ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ ഒബ്ജക്റ്റീവ് ഈ എല്ലാ കേസസിലും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമൈസ് ചെയ്യണം, ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ മിനിമൈസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എപ്പോഴും വരുന്നത്. നമ്മൾ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഒരു കമ്പനിക്ക് വേണ്ടി ഫോർമുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു LPP യൂസ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് എന്താണ്? നമുക്ക് ഒന്നുകിൽ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ ഒബ്ജക്റ്റീവ്. അതല്ല, പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുലേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഇനി ഐഡൻറ്റിഫൈ ദ ഡിസിഷൻ വേരിയബിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ളതാണ്.
സോ കൺസ്ട്രക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമ്മൾ പ്ലസ് ഓർ മൈനസ് സൈൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ വേരിയബിൾസ്, ഈ പറഞ്ഞ ഡിസിഷൻ വേരിയബിൾസ് വച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ അതിനെ ഫോർമുലേറ്റ് ചെയ്തെടുക്കുകയാണ്. ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ തടസ്സങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ തടസ്സങ്ങളാണ്. അതായത് നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ ഓവർ ടൈമിനുള്ള കോസ്റ്റ് സപ്പോസ് 200 ആണ് എന്നിരിക്കട്ടെ. സോ ഇത് ഈ ഒരു വാല്യൂ വരുമ്പോഴത്തേക്ക് 200 കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതായിരിക്കും അവിടുത്തെ ഒരു കൺസ്ട്രെയിൻസ് വരുന്നത്. 200 കൂടാൻ പാടില്ല എന്നുള്ളത് ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഫോർമുലേഷൻ വന്നിട്ട് അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 എന്നുള്ള രീതിയിലായിരിക്കും ആ കൺസ്ട്രെയിൻസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ലാസ്റ്റ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് ആണ്. നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻസ് വരുന്നത് അത് നെഗറ്റീവായിട്ട് വരാനായിട്ട് പാടില്ല. ഓക്കെ, ഈ പറഞ്ഞത് ഇത്രയുമാണ് 5 സ്റ്റെപ്സ് വരുന്നത്, LPP ഫോർമുലേഷൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ എപ്പോഴും Z = C1 x1 + C2 x2 + എക്സെട്ര അപ് ടു CN xn എന്നുള്ളതായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിലെ C1 C2 C3 എന്ന് പറയുന്നതിനെ കോൺസ്റ്റൻസ് എന്നും x1 x2 അപ് ടു xn എന്ന് പറയുന്നതാണ് ഡിസിഷൻ വേരിയബിൾസ് എന്നും പറഞ്ഞ് വരുന്നത്. സോ ഈ ഡിസിഷൻ വേരിയബിൾസ് എന്നുള്ള വരുമ്പോഴാണ് ഈ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്? നമ്മുടെ ഈ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ അവിടെ ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are the set of restrictions imposed on a variables appearing in an objective function, and these restrictions are due to the limitation of the resources. സോ ഈ പറഞ്ഞ കൺസ്ട്രെയിൻസ് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? ഈ പറഞ്ഞ മാക്സിമം ഒരു 200 വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓവർ ടൈമിൻ്റെ കോസ്റ്റ്. അതവിടെ ഒരു തടസ്സമാണ്. 200 കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സോ ഈ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളൊരു സിമ്പിളെ നമ്മൾ ഫോം ചെയ്യുന്നത്. താങ്ക് യു ഓൾ. സീ യു ഇൻ മൈ നെക്സ്റ്റ് ക്ലാസ്.